ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ തുറന്ന ജാലകം എന്ന പ്രണയ നോവലാണ്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ആയിട്ട് കൂടെ നിൽക്കണം. ഇതിൽ നിന്നും കമൻറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ ഈ ആഴ്ചത്തെ വിജയിയായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ നോവലിലേക്ക് പോട്ടെ. സാർ, എന്തൊക്കെയാണ് വേണ്ടത്? മുറി തുറന്നു കൊടുത്തിട്ട് റൂം ബോയ് പറഞ്ഞു. ആദ്യം നീ ഒരു 3 ഗ്ലാസ് കൊണ്ടുപോവാ, ഐസും സോഡയും, പിന്നെ എന്തെങ്കിലും സ്നാക്സ്. ജിതിൻ പറഞ്ഞു. ചെമ്മീൻ ഫ്രൈ ഉണ്ട് സാർ. ശരി, അത് തന്നെ ആദ്യം കൊണ്ടുപോവാ. 2 പ്ലേറ്റ്, ബാക്കി പിന്നെ പറയാം. റൂം ബോയ് ഉടൻ തന്നെ ഗ്ലാസും സോഡയും ഐസും കൊണ്ടുവന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ചെമ്മീൻ ഫ്രൈയും ചെയ്തത്. അവർ അങ്ങനെ തിന്നും കുടിച്ചും തമാശകൾ പറഞ്ഞും ചിരിച്ചും ഇരിക്കുമ്പോഴാണ് രാഹുലിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. വിജയലക്ഷ്മിയാണ് വിളിച്ചത്. വിളിക്കാൻ കണ്ട നേരം അയാൾക്ക് അരിശം വന്നു. അയാൾ കോളെടുത്തില്ല. പക്ഷെ ഉടൻ തന്നെ വിജയലക്ഷ്മി വീണ്ടും വിളിച്ചു. കോളെടുത്തിട്ട് നീ ഫ്രീ അല്ല, കുറച്ച് കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറയടാ, ജിതിൻ നിർദ്ദേശിച്ചു. മനസ്സോടെ രാഹുൽ കോളെടുത്തു. എടാ മോനെ, ഒരു പ്രശ്നമുണ്ട്, എത്രയും വേഗം നീ ഇങ്ങോട്ട് വരണം. ശബ്ദം താഴ്ത്തി തിടുക്കത്തിൽ വിജയലക്ഷ്മി പറഞ്ഞു. എന്താ കാര്യം? ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട്. സുരഭിയുടെ കൂടെ കോളേജിൽ പഠിച്ചതാണെന്നാണ് പറഞ്ഞത്. കാണാൻ നല്ല യോഗ്യനൊക്കെയാണ്. വന്നപ്പോൾ തന്നെ അമ്മയും മോളും കൂടെ പോയി സ്വീകരിച്ചു. മായ പറയുന്നത് മുമ്പും അയാളിവിടെ വന്നിട്ടുണ്ടെന്നാ. ഇന്നലെ മുതലേ ഇവിടെ വലിയ ഒരുക്കമായിരുന്നു. ഇന്നാ എനിക്കതിൻ്റെ രഹസ്യം പിടികിട്ടി. അയാളോടൊന്ന് സംസാരിക്കാൻ വയ്യായിരുന്നു. കാര്യം അറിയാമല്ലോ, രാഹുൽ പറഞ്ഞു. സംസാരിച്ചടാ മോനെ, അയാൾക്കും ഒരു മോളുണ്ട്. പക്ഷേ അയാളെ കല്യാണം ഒഴിഞ്ഞതാണ്. മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഇവിടെ അങ്ങ് പറ്റിക്കൂടാനാണ് ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ രാഹുലൊന്ന് ഞെട്ടി. അതുകൊണ്ട് മോൻ എത്രയും വേഗം ഇവിടെ വരണം. കണ്ടവന്മാർക്ക് കയറി നിരങ്ങാനുള്ളതല്ല ഈ വീടെന്ന് പറയണം. ഒരു മോശവും വിചാരിക്കണ്ട, വിജയലക്ഷ്മി പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ വീട്ടിലില്ല, വേറൊരു സ്ഥലത്താണ്. അത് സാരമില്ല, ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ടേ അവളവനെ വിടൂ. അതിനു മുമ്പേ നീ വേഗം വാ. കൂടുതലൊന്നും പറയാതെ വിജയലക്ഷ്മി കോള് കട്ട് ചെയ്തു. എന്താടാ കാര്യം? രാഹുലിൻ്റെ മുഖത്തെ വിളർച്ച കണ്ട് സച്ചിൻ തിരക്കി. അയാൾ കാര്യം പറഞ്ഞു. എടാ, ഈ സമയത്ത് ഞാൻ എങ്ങനെ അവിടെ കയറി ചെല്ലും? ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് ആൻറ്റിയോ അവളോ അറിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ചെല്ലാൻ എനിക്ക് പറ്റത്തേയില്ല. നിസ്സഹായതയോടെ രാഹുൽ പറഞ്ഞു. ജിതിൻ ഒരു നിമിഷം ആലോചിച്ചു. നീ പോകണം, പക്ഷെ വഴക്കൊന്നും ഉണ്ടാകരുത്. ഇത്തിരി മാറി നിന്ന് സംസാരിച്ചാൽ മതി. അപ്പോൾ വിസ്കിയുടെ സ്മെല്ല് കിട്ടത്തില്ല, അയാൾ പറഞ്ഞു. എന്നിട്ട് ചെല്ലുമ്പോൾ തന്നെ അയാൾ വന്ന വണ്ടിയുടെ ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പിലിടും. നമ്പർ കിട്ടണം അതിൽ. എന്നിട്ട് അയാളെ പോകാനിറങ്ങുമ്പോൾ എനിക്കൊരു മിസ്ഡ് കോൾ കൊടുക്കണം. വഴിക്ക് തടഞ്ഞു നിർത്തി ഞങ്ങൾ അയാളെ കൈകാര്യം ചെയ്തോളാം. നീ പിക്ചറിൽ വരത്തില്ല. നല്ല ഐഡിയ, സച്ചിൻ പറഞ്ഞു. അത് തെറ്റില്ലെന്ന് രാഹുലിനും തോന്നി. പിന്നെ ഒരിക്കലും ഹരിപ്പാട് അയാൾ വണ്ടി നിർത്തത്തില്ല, അക്കാര്യം ഞാനേറ്റു, ആത്മവിശ്വാസത്തോടെ ജിതിൻ പറഞ്ഞു. അതോടെ പൂർവാധികം ഉത്സാഹത്തോടെ 3 പേരും ആഘോഷം വീണ്ടും തുടങ്ങി. വിഭവസമൃദ്ധമായിരുന്നു ഉച്ചയൂണ്. പൈനാപ്പിൾ പുളിശ്ശേരിയും കരിമീൻ പൊള്ളിച്ചതും, കൂടാതെ മീൻ കറിയും പീര വറ്റിച്ചതും അവയലും തോരനും സാമ്പാറും പപ്പടവും. സേതുമാധവൻ്റെ അടുത്ത് ഗാഥയാണ് ഇരുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ എതിർവശത്ത് സുരഭിയും വിജയലക്ഷ്മിയും ഇരുന്നു. സംസാരത്തിൽ പങ്കെടുക്കുന്നുവെന്ന നാട്യത്തിൽ രഹസ്യങ്ങൾ ചോർത്തെടുക്കുകയായിരുന്നു വിജയലക്ഷ്മിയുടെ ഉദ്ദേശ്യം. അങ്കിളിന് മൂന്നാറിൽ വീടുണ്ടല്ലോ, ഇനി അവിടെ സെറ്റിൽ ചെയ്തുകൂടെ? ഇനി ഇതുപോലെ ഓടി നടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടണം? കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സേതുമാധവനോട് ഗാഥ ചോദിച്ചു. ആഗ്രഹമുണ്ട്, പക്ഷെ അവർ എന്നെ വിട്ടുകളയാൻ മനസ്സ് കാണിക്കുന്നില്ല, സേതുമാധവൻ പറഞ്ഞു. സേതുവിനെ കൊണ്ടേ അവർക്ക് പ്രയോജനമുണ്ട്, അതാണ് കാരണം. പകരം ഒരാളെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയുന്നില്ലായിരിക്കും, സുരഭി പറഞ്ഞു. അത് ശരിയായിരിക്കും, പക്ഷേ എനിക്കും മടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കണം. തോന്നുമ്പോൾ രാവിലെ ഉണർന്നാൽ മതിയല്ലോ, ചിരിച്ചുകൊണ്ട് സേതുമാധവൻ പറഞ്ഞു. ഒരു ഫാമിലി ലൈഫ് അങ്കിൾ ആഗ്രഹിക്കുന്നില്ലേ? ഗാഥ ചോദിച്ചു. ഉണ്ട്, അയാളെ സമ്മതിച്ചു. അപ്പോഴാണ് രാഹുലിൻ്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്ന് കയറി വന്നത്. മുറ്റത്ത് സേതുമാധവൻ്റെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. വിജയമ്മച്ചി പറഞ്ഞത് ശരിയാണല്ലോ. അയാളെ പോക്കറ്റിൽ നിന്നും മൊബൈലെടുത്ത് കാറിൻ്റെ മുമ്പിൽ ചെന്നു. അതിൻ്റെ നമ്പർ സഹിതമുള്ള ഫോട്ടോ എടുത്ത് ജിതിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു. ജിതിൻ അപ്പോൾ തന്നെ കണ്ടു. റെയിൽവേ ലെവൽ ക്രോസിനടുത്ത് കാറിലെ സച്ചിനുമൊത്ത് അയാളെ കാത്തിരുന്നു. അധ്യായം 4. ബൈക്ക് വന്നു നിൽക്കുന്ന ശബ്ദം ഗാഥയാണ് ആദ്യം ശ്രദ്ധിച്ചത്. ആരോ വന്നെന്ന് തോന്നല്ലോ, അവൾ പറഞ്ഞു. രാഹുലായിരിക്കും,
വേറെ ആരും ബൈക്കിൽ വരാനില്ല. വിജയലക്ഷ്മി ഉള്ളിലൊന്ന് ചിരിച്ചു. രാഹുൽ മോൻ വന്നിരിക്കുന്നു. താൻ വിളിച്ചു പറഞ്ഞതിൻ്റെ ഗൗരവം അവന് മനസ്സിലായി. സേതുമാധവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. അയ്യോ, ഇനി പാലടയുണ്ട്, മായ അത് മറന്നുപോയോ? സുരഭി പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു. മറന്നില്ല ചേച്ചി, കൊണ്ടുവരുവാണ്. കിച്ചണിൽ നിന്നും അവൾ വിളിച്ചു പറഞ്ഞു. പായസം വേണം, പക്ഷെ വയറ്റിൽ അല്പം പോലും ഇടമില്ല. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, അല്ലാതെ പറ്റില്ല. ചിരിച്ചുകൊണ്ട് സേതുമാധവൻ പറഞ്ഞു. എങ്കിൽ സേതു കൈ കഴുകിക്കോളൂ, പോകുന്നതിന് മുമ്പ് കുടിക്കാം, സുരഭി പറഞ്ഞു. അതാ അങ്കിൾ നല്ലത്, എനിക്കും പിന്നെ മതി. വിജയലക്ഷ്മി അവരുടെ സംസാരം കേട്ട് നിശബ്ദയായി ഭക്ഷണം കഴിച്ചു. അമ്മയും മോളും സംസാരിക്കുന്നതിനിടയിൽ സൽക്കരിക്കുന്നതിനിടയിൽ തനിക്കെന്ത് സ്ഥാനം? സേതുമാധവൻ എഴുന്നേറ്റ് കൈ കഴുകി ഉള്ളിലേക്ക് കയറി വരാൻ മടിച്ചു നിന്ന രാഹുൽ സിറ്റൗട്ടിൽ നിന്നതേ ഉള്ളൂ. വിസ്കിയുടെ മണം സുരഭി ആൻറ്റിക്ക് കിട്ടിയ, പക്ഷെ വരാതിരിക്കാനും പറ്റില്ലല്ലോ. രാഹുൽ വന്നിട്ടെവിടെ? അയാളെ കാണാഞ്ഞിട്ട് വിജയലക്ഷ്മി ചോദിച്ചു. രാഹുൽ അത് കേട്ടു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അയാൾ ആരോടോ മൊബൈൽ സംസാരിക്കുന്ന മട്ടിൽ അവിടെ തന്നെ നിന്നു. സുരഭിയും ഗാഥയും എഴുന്നേറ്റ് കൈ കഴുകിയിട്ട് സേതുമാധവനോടൊപ്പം സ്വീകരണ മുറിയിലേക്ക് ചെന്നു. സ്റ്റാർ ഹോട്ടലിൽ നിന്നും ലഞ്ച് കഴിക്കുമ്പോൾ കുറച്ച് ചോറും പുളിശ്ശേരിയും മീൻകറിയും കിട്ടിയിരുന്നെങ്കിലും ആശിച്ചിട്ടുണ്ട്. ആ കൊതി ഇന്ന് സഫലായി, അയാൾ പറഞ്ഞു. അതിനെന്താ, ഇതുവഴി പോകുമ്പോഴൊക്കെ അങ്കിളിന് ഇവിടെ വരാമല്ലോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയെങ്കിലും, ഗാഥ പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ഭക്ഷണമല്ല മോളെ പ്രധാനം. ഹോട്ടൽ മുറി എപ്പോഴും ഒരു താമസ സ്ഥലം മാത്രമാണ്, പക്ഷെ വീട് അങ്ങനെയല്ലല്ലോ. അപ്പോഴാണ് രാഹുൽ ഉള്ളിലേക്ക് കയറി വന്നത്. രാഹുൽ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? കഴിച്ചിട്ടാണോ വന്നത്? അല്ലെങ്കിൽ കഴിക്കാം, സുരഭി പറഞ്ഞു. ഞാൻ കഴിച്ചതാ ആൻറ്റി. ഇതാരാ? സേതുമാധവൻ ഉദ്ദേശിച്ച് രാഹുൽ ചോദിച്ചു. എൻ്റെ പഴയ ക്ലാസ്മേറ്റാ സേതുമാധവൻ, സുരഭി പറഞ്ഞു. രാഹുൽ പക്ഷേ ഒട്ടും സൗഹൃദഭാവം കാണിച്ചില്ല. അല്ല, മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, അതാ ചോദിച്ചത്. ഞാൻ ഹരിപ്പാട്ടല്ല താമസം, അതാ നേരത്തെ കാണാൻ പറ്റാത്തത്, തമാശ മട്ടിൽ സേതുമാധവൻ പറഞ്ഞു. ഇത് രാഹുൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ നെവ്യൂ ആണ്, സിസ്റ്ററിൻ്റെ മകന്, സുരഭി അയാളെ പരിചയപ്പെടുത്തി. ഹലോ. സേതുമാധവൻ രാഹുലിൻ്റെ നേർക്ക് കൈനീട്ടി. അത്ര താല്പര്യം കാണിക്കാതെ അയാൾ സേതുമാധവൻ്റെ കൈ പിടിച്ചു കുലുക്കി. ഗാഥ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അതാ ഞാൻ വന്നത്. നീ എത്ര ദിവസം കൂടെ കാണും? അധികാരമട്ടിൽ രാഹുൽ ചോദിച്ചു. ഞാനിന്ന് പോവും, ഗാഥ പറഞ്ഞു. എന്താ വീട്ടിലേക്ക് വരാഞ്ഞത്? അമ്മ പറയുന്നത് കേട്ടു, നിന്നെ കണ്ടിട്ട് കുറേ നാളായെന്ന്. സമയം കിട്ടാനിട്ടാ, ഇന്നലെ വന്നപ്പോൾ തന്നെ സന്ധ്യയായി. ഇന്നിപ്പോൾ ഉടൻ പോകണം. നിങ്ങളിരുന്ന് സംസാരിക്കേ, ഞാൻ പാലട കൊണ്ടുവരാം. സുരഭി കിച്ചണിലേക്ക് പോയി. സേതുമാധവൻ സിറ്റിയിൽ ഇരുന്നു. രാഹുൽ എന്ത് ചെയ്യുന്നു? അയാൾ ചോദിച്ചു. രാഹുലേട്ടൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറാണ്. മറുപടി പറഞ്ഞത് ഗാഥയാണ്. ഓ, വെരി ഗുഡ്. അഭിനന്ദിക്കുന്നത് പോലെ സേതുമാധവൻ തലകുലുക്കി. മോളെ, അകത്തു നിന്നും അപ്പോൾ സുരഭി അവളെ വിളിച്ചു. 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഗാഥ അമ്മയുടെ അടുത്തേക്ക് പോയി. മുറിയിൽ സേതുമാധവനും രാഹുലും മാത്രമായി. എന്താണ് പണി? അല്പം ഒരു പരിഹാസത്തോടെ രാഹുൽ ചോദിച്ചു. തുടക്കം മുതലേ അയാളുടെ അന്വേഷണം സേതുമാധവൻ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കും, അയാൾ പറഞ്ഞു. ഇതുവഴി പോയപ്പോൾ വെളിയിൽ പരിചയമില്ലാത്തൊരു കാറ് കിടക്കണ കണ്ടു. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടല്ലേ, എപ്പോഴും ഒരു കണ്ണു വേണമല്ലോ, അതുകൊണ്ട് കയറിയതാ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മാന്യന്മാരെ പോലെ ചിലർ കയറി വരും. ഉള്ളിരിപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്കിളിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. രാഹുൽ മുന വെച്ചാണ് സംസാരിച്ചതെന്ന് മാധവന് മനസ്സിലായി. ഒരുതരം പരിഹാസം. അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലെന്ന് അയാൾക്ക് തോന്നി. ശരിയാ രാഹുൽ പറഞ്ഞത്. ബന്ധുത്വത്തിൻ്റെ പേര് പറഞ്ഞ് സംരക്ഷകർ എന്ന മട്ടിൽ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി വരുന്നവരും ഉണ്ട്, അത് മദ്യവെച്ചിട്ട്. രാഹുൽ മദ്യവെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, രാഹുൽ ചൂളി. ഞാൻ ടൂറിസം ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ലോകത്തുള്ള ഏതാണ്ട് എല്ലാത്തരം മദ്യങ്ങളും രുചിച്ച് നോക്കിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും സ്മെല്ല് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും എനിക്ക്. പക്ഷെ പാവം പെണ്ണുങ്ങൾക്ക് അതറിയാൻ പറ്റിയെന്ന് വരില്ല. അയാളെ ഒന്ന് തുറച്ചു നോക്കിയതല്ലാതെ രാഹുലൊന്നും പറഞ്ഞില്ല. അയാൾ സഹതാപത്തോടെ അവനെ ഒന്ന് നോക്കി ചിരിച്ചു. 2 ചെറിയ ഗ്ലാസ് ബൗളുകളിലായി പാലടയായിട്ട് സുരഭയും ഗാഥയും വന്നു. ഇതാ കഴിക്കുമെങ്കിൽ. ഗാഥ കയ്യിലുണ്ടായിരുന്ന പായസം സേതുമാധവന് കൊടുത്തു. രാഹുലും സുരഭിയാണ് പായസം കൊടുത്തത്. രാഹുൽ ഇപ്പോൾ മധുരം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, പെട്ടെന്ന് സേതുമാധവൻ പറഞ്ഞു. രാഹുലിൻ്റെ മുഖമൊന്ന് വിളറി. അതെന്താ? സുരഭി ചോദിച്ചു. രാഹുൽ ഇപ്പോൾ ലൈം ജ്യൂസ് കുടിച്ചതേ ഉള്ളെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മീതെ പായസം ചെന്നാൽ ഉറപ്പായിട്ടും വോമിറ്റിംഗ് ഉണ്ടാവും, സേതുമാധവൻ പറഞ്ഞു. രാഹുൽ ഒന്ന് പകച്ചു. പായസം കുടിക്കാൻ ധൈര്യം കിട്ടാതെ
അവനത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. എന്നാ ഞാൻ ഡ്രസ്സ് ചെയ്യട്ടെ അങ്കിള്, നമ്മൾ ഉടനെ പോവല്ലേ? സേതുമാധവനോട് ഗാഥ ചോദിച്ചു. യെസ്, ഇത് കുടിക്കുന്ന താമസമേ ഉള്ളൂ, അയാൾ പറഞ്ഞു. ഗാഥ എവിടെ പോന്നു? മനസ്സിലാകാതെ രാഹുൽ ചോദിച്ചു. സേതു തിരുവനന്തപുരത്തിന് പോവാണ്. സേതുവിൻ്റെ കാറിൽ പോകാമല്ലോ. കാറിലാകുമ്പോൾ ബസ് ചെല്ലുന്നതിന് മുമ്പ് അങ്ങെത്താമല്ലോ, സുരഭി പറഞ്ഞു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാറിൽ കൊണ്ടുവന്ന് വിടുമായിരുന്നല്ലോ, അരിശമടക്കി അവൻ പറഞ്ഞു. അവൾക്ക് ബസ്സിൽ പോകുന്നതാണ് ഇഷ്ടം. ഇതിപ്പോൾ സേതു ഉള്ളതുകൊണ്ടാണ്. പാലട ഒന്നാം തരം, അല്പം കൂടി കിട്ടിയ ഉപകാരം, സേതുമാധവൻ പറഞ്ഞു. അതിനെന്താ, കൊണ്ടുവരാമല്ലോ, സന്തോഷത്തോടെ സുരഭി പറഞ്ഞു. രാഹുലിനെ നേർക്ക് നോക്കാതെ അവനെ അവഗണിച്ച് സേതുമാധവൻ ഇരുന്നു. എങ്കിലും അവൻ പല്ലുകൾ ഞെരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. സുരഭി വീണ്ടും പായസം കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. പോകാനായി ഗാഥ വേഗം വേഷം ധരിച്ചു. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കിറ്റ് കൊണ്ടുവന്ന് മായ അവളെ ഏൽപ്പിച്ചു. ഇതെന്താണ് ചേച്ചി? മോള് പറഞ്ഞില്ലേ കൈയും വീശി ചെന്ന കൂട്ടുകാരികൾ റൂമിലേക്ക് കയറ്റത്തില്ലെന്ന്, അവർക്ക് കൊടുക്കാനുള്ളതാ. താങ്ക്സ് ചേച്ചി, ഞാനത് മറന്നു. ഗാഥ പുറത്തേക്ക് ചെന്നു. പോകാൻ തയ്യാറായി സേതുമാധവൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി എന്താണ്? സുരഭി ചോദിച്ചു. ഇതുപോലെ ഇടയ്ക്കൊക്കെ അപ്രതീക്ഷിതമായി വരുന്നതായിരിക്കും, അയാൾ പറഞ്ഞു. അപ്പോൾ രാഹുൽ, നമുക്ക് വീണ്ടും കാണാം. അവനോടും യാത്ര പറഞ്ഞ് സേതുമാധവൻ ചെന്ന് കാറിൻ്റെ ബാക്ക് സീറ്റിലിരുന്നു. ഗാഥയും അയാളോടൊപ്പമാണ് ഇരുന്നത്. ഡ്രൈവർ കാറ് മുന്നോട്ടെടുത്തു. ഗാഥ അമ്മയെ കൈവീശി കാട്ടി. അപ്പോഴാണ് ഒരു കാര്യം രാഹുലിൻ്റെ ഓർമ്മയിൽ വന്നത്. അയാളുടെ കാർ വരുന്നത് നോക്കി ജിതിനും സച്ചിനും കാത്തു നിൽക്കുന്നുണ്ടാവും. അവർ കാറ് തടയും, അയാളെ ഭീഷണിപ്പെടുത്തും. പക്ഷെ ഗാഥയുണ്ട്. അവൾ അവരെ തിരിച്ചറിഞ്ഞാലോ? രാഹുൽ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയെന്ന് ജിതിനെ വിളിച്ചു. എന്താടാ, അയാൾ അവിടെ നിന്ന് ഇറങ്ങിയോ? കോളെടുത്ത് ജിതിൻ ചോദിച്ചു. യെസ്, പക്ഷെ ഒന്നും ചെയ്യണ്ട, കൂടെ ഗാഥയുണ്ട്. ഛേ, അത് കഷ്ടമായിപ്പോയല്ലോ. ജിതിനും നിരാശയായി. സാരമില്ല, വിട്ടേക്ക്. രാഹുൽ വീണ്ടും വീട്ടിലേക്ക് കയറി ചെന്നു. ഡൈനിങ് ടേബിളിൽ അടുത്തിരുന്നുകൊണ്ട് വിജയലക്ഷ്മിയും സുരഭിയും സംസാരിക്കുന്നുണ്ടായിരുന്നു. നിന്റെ കൂടെ പണ്ട് പഠിച്ച ആളാണെങ്കിലും ഒരു അന്യപുരുഷൻ്റെ കൂടെ ഗാഥമോളെ വിട്ടത് ശരിയാണ് മോളെ. ഇക്കാലത്ത് ആരെയും കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല, സുരഭിയോട് വിജയലക്ഷ്മി പറഞ്ഞു. വിശ്വസിക്കാൻ പാടില്ലാത്ത ആളല്ല സേതു. തന്നെയല്ല, മോൾക്കും സേതുവിനെ അറിയാം. അവളാണ് പറഞ്ഞത് സേതു അങ്കിൾ തിരുവനന്തപുരത്തേക്കല്ലേ ഞാനും വരാമെന്ന്. അല്ലെങ്കിൽ തന്നെ അവളെ ആർക്കും പറ്റിക്കാനൊന്നും സാധിക്കത്തില്ല, സുരഭി പറഞ്ഞു. രാഹുൽ അല്പം മാറി എതിർവശത്തുള്ള കസേരയിലിരുന്നു. സുരഭി ആൻറ്റിക്ക് മണമടിക്കരുതല്ലോ. അല്ല, ആൻറ്റിക്ക് നല്ല വിശ്വാസമുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് വല്ലാത്തൊരു കാലമാണ്. മാന്യന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും അസ്തല ഫ്രോഡുകളാണ്. ഇയാളെ എടുത്തുകാരനാ? രാഹുൽ ഒന്നും അറിയാത്ത മട്ടിൽ തിരക്കി. സ്വന്തം നാട് ഇരിങ്ങാലക്കുടയാണ്, ഇപ്പോൾ വീട് വെച്ചിരിക്കുന്ന മൂന്നാറിലാണ്, സുരഭി പറഞ്ഞു. ഫാമിലി അവിടെയാണോ? അല്ല, ഡൽഹിയിലാണ്. ഒരു മോള് മാത്രമേ ഉള്ളൂ. പറഞ്ഞതെല്ലാം സത്യമാണല്ലോ. ഡിവേഴ്സ് ആയതാണെന്ന് പറയേണ്ട കാര്യമില്ല. എന്തിനാ വെറുതെ വിജയിച്ചിക്കും രാഹുലിനും സംശയം ഉണ്ടാക്കുന്നത്? എന്നാലും സുരഭി, നീ സൂക്ഷിക്കണം. നീ ഒരു പാവ. മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് നിൻ്റെ വിചാരം. ആരെയും അധികം അടുപ്പിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്, വിജയലക്ഷ്മി ഉപദേശിച്ചു. ഞാൻ വെറും കുട്ടിയൊന്നുമല്ല വിജയിച്ചി. മിന്നുന്നതിൽ മയങ്ങുന്ന പ്രായമൊക്കെ എന്നെ കഴിഞ്ഞു. ചിരിച്ചുകൊണ്ട് സുരഭി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വിജയലക്ഷ്മിയും രാഹുലും പരസ്പരം ഒന്ന് നോക്കി. പെണ്ണും പിടക്കോഴിയുള്ളവനാണെങ്കിൽ പേടിക്കണ്ട അല്ല മോനെ, വിജയലക്ഷ്മി ചോദിച്ചു. പക്ഷെ അയാൾ ആളത്ര ശരിയല്ല വിജയമ്മച്ചി. ഇനി ഈ വീട്ടിൽ കാലുകുത്തിയ അതവൻ്റെ അവസാനത്തെ വരവായിരിക്കും, നിശ്ചയദാർഢ്യത്തോടെ രാഹുൽ പറഞ്ഞു. അപ്പൂപ്പൻ്റെ കൊച്ചുമോൻ തന്നെ, വിജയലക്ഷ്മി അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. കോളേജിലെ വിശേഷങ്ങളാണ് ഗാഥ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ധന്യയും റോഷിയുമാണ് ക്ലോസ് ഫ്രണ്ട്, സേതുമാധവൻ ചോദിച്ചു. കാറപ്പോൾ പാരിപ്പള്ളി കഴിഞ്ഞിരുന്നു. അതെ അങ്കിൾ, MBBS ചേർന്ന സമയത്ത് തന്നെ ഞങ്ങൾ 3 പേരും ഹോസ്റ്റൽ ഒരേ റൂമിലായിരുന്നു. ധന്യ മൂവാറ്റുപുഴക്കാരി, റോഷ്നിയുടെ വീട് ചിറ്റാറിലും. പരിചിതരായ 3 പെൺകുട്ടികൾ. കോളേജിലെ വിചിത്രമായ അനുഭവങ്ങൾ, അതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ ചങ്കു ഫ്രണ്ട്സ് ആക്കിയത്, ഗാഥ പറഞ്ഞു. അത് കൂട്ടുകാരുടെ കാര്യം. ഇനി മെയിൻ ചങ്കു ഫ്രണ്ടിനെ കുറിച്ച് പറയൂ, കളിയാക്കി സേതുമാധവൻ ആവശ്യപ്പെട്ടു. അങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അവളുടെ കണ്ണുകളിൽ കുസൃതി തിളങ്ങി. മനസ്സിലായല്ലോ? എങ്കിൽ പറയൂ. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ 4-5 ബോയ്സ് ഉണ്ട്. ഇപ്പോൾ അവരെ ബോയ്സ് എന്ന് പറയാൻ പറ്റില്ല, യങ് ഡോക്ടേഴ്സ്. പക്ഷെ അവരെല്ലാവരും എനിക്ക് ഒരുപോലെയാണ്, അവൾ പറഞ്ഞു. വെറുതെ ചോദിച്ചതല്ല കേട്ടോ. അമ്മയോട് പറയാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ ആ ദൗത്യം അങ്കിൾ ഏറ്റെടുക്കാമെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരാൾ ഇല്ല അങ്കിൾ. ഉണ്ടായ ആ കാര്യം ആദ്യം പറയുന്നത് അങ്കിളിനോടായിരിക്കും.
അത് മതി, അങ്കിളിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോഴാണ് ഗാഥയുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അവൾ വേഗം അതെടുത്ത് നോക്കി. ധന്യയാണ് വിളിച്ചത്. എന്താടി? അവൾ കോൾ എടുത്തു. നീ എവിടെ എത്തി? വന്നുകൊണ്ടിരിക്കുന്നു, കാറിലാണ്. 6 മണിയാകുമ്പോഴേക്കും ലാൻഡ് ചെയ്യുന്നതായിരിക്കും, ഗാഥ പറഞ്ഞു. നിന്നെ കൊണ്ടുവിടാൻ വേണ്ടി അമ്മ വരുവാണോ? അല്ലടി, സേതു അങ്കിളുടെ കാറിൽ. അങ്കിൾ കന്യാകുമാരിക്ക് പോകുന്നു. കോളടിച്ചെന്ന് പറ, അല്ലെങ്കിൽ ഉള്ളൂർ ഇറങ്ങി ഓട്ടോ പിടിക്കണ്ടായിരുന്നോ? ഇവിടെ എത്തുമ്പോൾ 8 മണിയെങ്കിലും ആയാനെ. ഞങ്ങൾ നിൻ്റെ റോഷനിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിൻ്റെ വിളി വന്നത്. ഞങ്ങളുടെ കാര്യമോ? ധന്യയ്ക്ക് ആശ്ചര്യമായി. അതൊക്കെ വന്നിട്ട് പറയാം. അത് മതി, അതിരിക്കട്ടെ. നമ്മുടെ മായാമയൂരം വല്ലതും തന്നയച്ചിട്ടുണ്ടോ? മായയെ മായാമയൂരം എന്നാണ് അവർ വിളിക്കുന്നത്. എന്തോ തന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. സന്തോഷമായി, ഇനിയൊന്നും പറയാനില്ല, കട്ട് ചെയ്തോ. ചിരിയോടെ ഗാഥ കോൾ കട്ട് ചെയ്തു. ധന്യ വിളിച്ചത്, അവൾ പറഞ്ഞു. തോന്നി. കഴിക്കാൻ വല്ലതും തന്നു വിട്ടുണ്ടോ എന്നറിയാനാ കൊതിച്ച് വിളിച്ചത്. സേതുമാധവൻ അത് കേട്ട് ചിരിച്ചു. പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലിൽ നിന്നും വീട്ടിൽ പോയിട്ട് വരുമ്പോൾ സുരഭിയും ഇതുപോലെ കൊണ്ടുവരുമായിരുന്നു. എന്താണെന്നറിയാമോ? എന്തായിരുന്നു? ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം. ഒരുപാട് തിന്നിട്ടുണ്ട് ഞാൻ. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പത്തിൻ്റെ രുചി വളരെ പ്രസിദ്ധമാണല്ലോ. ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. മോളുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകനല്ലേ രാഹുൽ? അതെ. എന്താ അങ്കിൾ? അതായത് മുറിച്ചെറുക്കൻ. ഏയ്, അത്തരം ഏർപ്പാടുകളൊക്കെ പണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആരോ അങ്ങനെയൊന്നും. പക്ഷേ ആ വീട്ടിൽ അവകാശമുള്ളതുപോലെയാണ് രാഹുൽ എന്നോട് സംസാരിച്ചത്. എന്തു പറഞ്ഞു രാഹുലേട്ടൻ? ഉദ്യോഗത്തോടെ ഗാഥ അയാളെ നോക്കി. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ബന്ധു വീട്ടിൽ അപരിചിതനായ ഒരു പുരുഷനെ കാണുമ്പോൾ ആളാരാണെന്ന് തിരക്കണമല്ലോ. അത് വളരെ നാച്ചുറലായ കാര്യമാണ്. ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് രാഹുലേട്ടൻ. അമ്മയും വിജയമ്മച്ചിയും മാത്രമല്ലേ ഉള്ളൂ അവിടെ. അവർക്ക് രാഹുലേട്ടൻ ഒരു സഹായിയും. രാഹുലിനെക്കുറിച്ച് സംസാരം നീട്ടാൻ സേതുമാധവൻ ആഗ്രഹിച്ചില്ല. ഹൗസ് സർജൻസി കഴിഞ്ഞ് എന്താണ് മോളുടെ പ്ലാൻ? PGക്ക് പോകണം. എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്യണം. നീറ്റ് എക്സാമാണ് അടുത്ത സ്റ്റെപ്പ്. അതിന് ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോകണം. അവൾ അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. 6 മണിയായപ്പോൾ മെഡിക്കൽ കോളേജ് ലേഡീസ് ഹോസ്റ്റലിലെ പോർച്ചിൽ ചെന്ന് കാറ് നിന്നു. അപ്പോൾ ധന്യയും റോഷിനിയും അവരെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്കിൾ, ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ്. സന്തോഷത്തോടെ ധന്യയും റോഷിനിയെയും ഗാഥ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ സേതുമാധവൻ. അങ്കിള് സ്വയം പരിചയപ്പെടുത്തി. അങ്കിളെക്കുറിച്ച് എല്ലാം ഞങ്ങൾക്കറിയാം, ഇവൾ പറഞ്ഞിട്ടുണ്ട്, റോഷിനി പറഞ്ഞു. എല്ലാം? സംശയത്തോടെ അയാൾ ഗാഥയെ നോക്കി. എല്ലാം, അവളും പറഞ്ഞു. 4 പേരും ചിരിച്ചു. ധന്യയോടും റോഷിനിയോടും അല്പനേരം കുശലം പറഞ്ഞിട്ടാണ് സേതുമാധവൻ പോയി. എത്ര വയസ്സ് കാണും സേതു അങ്കിളിന്? സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോകുമ്പോൾ ധന്യ ചോദിച്ചു. അമ്മയുടെ സെയിം ഏജ്, 45. ഗാഥ പറഞ്ഞു. സ്റ്റിൽ ഹീ ഈസ് എ യങ് ആൻഡ് ഹാൻസം. ധന്യ പറഞ്ഞു. ജീവിതത്തിനൊരു ചിട്ട വേണം, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അല്പം കുടവയറും ചീർത്ത കവളും കഷണ്ടിയും, റോഷിനിയും പറഞ്ഞു. കൂട്ടുകാരികൾ 3 പേരും ചിരിച്ചു. അവർ റൂമിലെത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന വലിയ പ്ലാസ്റ്റിക് കിറ്റ് ഗാഥ മേശപ്പുറത്ത് വെച്ചു. ഇത് 2 പേർക്കുള്ളതാണ്. ധന്യയാണ് കിറ്റിൽ നിന്നും പൂക്കളുടെ പ്രിൻ്റുള്ള പ്ലാസ്റ്റിക് ഡബ്ബുകൾ ഓരോന്നായി പുറത്തെടുത്തത്. ചെറിയ സ്പൂണുകളും ഉണ്ടായിരുന്നു. അതിൽ ആദ്യം തുറന്ന ഡബ്ബ പാലടയായിരുന്നു. ധന്യയും റോഷിനിയും അത് രുചിച്ചു നോക്കി. സൂപ്പർ. അമ്പഴങ്ങ അച്ചാറ്, പൈനാപ്പിൾ പുളിശ്ശേരി, മീൻ പൊരിച്ചത്, കോഴി വറുത്തത്, എല്ലാം 2 പേരും സ്വാദ് നോക്കി. അടുത്ത തവണ നീ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളും വരും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവിടെ തിന്ന് കുടിച്ച് കിടക്കണം, ധന്യ പറഞ്ഞു. അടുത്ത മാസം നമുക്ക് പോകാം, ഗാഥ സമ്മതിച്ചു. പെട്ടെന്നാണ് അവൾക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അയ്യോ, അടുത്ത 1-ാം തീയതി മുതൽ എനിക്ക് ഓർത്തോയിലല്ലേ പോകേണ്ടത്. ഒരു ദിവസം പോലും അവിടുന്ന് സ്കൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ജീന പറഞ്ഞത്. സെബാസ്റ്റ്യൻ വട്ടവിളയല്ലേ അവിടുത്തെ ചീഫ്? ഭയങ്കര സ്ട്രിക്റ്റാ, ഒരു മയമില്ലാത്തവൻ. വട്ടവിള വട്ടം കറക്കുമെന്നാണ് സീനിയേഴ്സ് പറയാറുള്ളത്, റോഷിനി പറഞ്ഞു. അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ച് തീർക്കാതെ പറ്റില്ലല്ലോ. ഡോക്ടർ സെബാസ്റ്റ്യൻ വട്ടവിളയ്ക്ക് നല്ല സ്വഭാവം കൊടുക്കണമെന്ന് നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം, ഗാഥ പറഞ്ഞു. 3 കൂട്ടുകാരികളും ചിരിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണിയായപ്പോഴേക്കും കരുവാറ്റയിലെ കല്യാണത്തിന് പോകാനായി സുരഭി സാരിയെടുത്ത് തയ്യാറായി. ഓഫീസിലെ ഒരു സ്റ്റാഫിൻ്റെ മകളുടെ കല്യാണമാണ്. എത്ര മണിക്കാണ് സുരഭി കല്യാണം? അവൾ ഹാളിലേക്ക് ചെന്നപ്പോൾ വിജയലക്ഷ്മി ചോദിച്ചു. 10:30 കഴിഞ്ഞ് 11-നാകുക. 12 ആകുമ്പോഴേക്കും ഞാൻ വരും, അവൾ പറഞ്ഞു. 11:30 സദ്യയുണ്ടായാൽ 1:30 ആകുമ്പോഴേക്കും വിശക്കും. ഇവിടെ വന്ന് കൊഞ്ചുതീയിൽ കൂട്ടി ഒരു പിടിച്ചോറ് കൂട്ടി ഉണ്ണാം, മായ പറഞ്ഞു. പോടി, സുരഭി ചിരിച്ചു. കാറെടുത്ത് അവൾ അപ്പോൾ തന്നെ
കരുവാറ്റയ്ക്ക് പോയി. വിജയലക്ഷ്മി സിറ്റൗട്ടിലിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വലിയ കാറ് ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി വന്നു നിന്നത്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ കഥയുടെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.